എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു കോട്ട കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇത് ജർമ്മനിയിലുള്ള ഒരു പ്രശസ്തമായ ഒരു പഴയ കോട്ടയാണ്. ഈ കോട്ടയ്ക്ക് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മേലെ കാണുന്നതാണ് ആ കോട്ട. ആ കാടിന്റെ മേളിലേക്ക് നമുക്ക് നടന്നു പോകണം. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ. എളുപ്പല്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ട് കയറ്റം കയറുമ്പോ. ഒന്നാമത്തോടെ കാലാവസ്ഥ പറഞ്ഞ തണുപ്പാണ്. ഈ തണുപ്പത്ത് കയറ്റം കയറുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നപ്പോ രണ്ട് വഴികളാണ് കാണിക്കുന്നത്. ഈ വഴിക്ക് പോയി നമുക്ക് കാൽനട യാത്രക്കാർക്ക് ഈ വഴിക്ക് പോവാം, ട്രക്കിങ് കാര്യങ്ങൾക്കൊക്കെ ഈ വഴിക്ക് പോവാം. പിന്നെ കാറിൽ വരുന്നവർക്കും മറ്റുമായിട്ട് ഇവിടെ ഒരു റോഡ് ഉണ്ട്. ഈ റോഡ് വഴി പോയാലും നമുക്ക് അങ്ങോട്ടേക്ക് എത്താം. മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. ചെടികളും മരങ്ങളും പച്ചപ്പും കേട്ട്. നമ്മളിപ്പോ മലയുടെ മുകളിലേക്കുള്ള യാത്രയുടെ ഏകദേശം പകുതിയോളം എത്തി. ഇപ്പോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോറ എന്ന പ്രദേശത്തിന്റെ മനോഹാരിത മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ മഞ്ഞുകാലവും തണുപ്പുകാലവും ഒക്കെ കഴിഞ്ഞ് ചൂട് സമയത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശം. അതുകൊണ്ട് ഈ പച്ചപ്പും പൂക്കളൊക്കെ ഇനി മരങ്ങളിലും മറ്റുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ എത്താറായി. ഇവിടെ നോക്കുമ്പോ കാണാം, നമുക്ക് ആ കോട്ട അവിടെ നിന്ന് നോക്കിയാൽ കാണാം. അന്നത്തെ കാലത്ത് പ്രഭുക്കന്മാർ സാധാരണയായി കുതിരപ്പുറത്താണ് ഈ മലമുകളിലുള്ള കോട്ടയിലേക്ക് സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി അവർ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യമായി തോന്നുന്നു. കാരണം ഇതിന്റെ നിർമ്മിതികളൊക്കെ നോക്കി, കല്ലുകളും അതിന്റെ ഒരു പണിത രീതികളും ഭയങ്കര ആശ്ചര്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. നമ്മളിപ്പോ കോട്ടയുടെ കവാടത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് കോട്ടയുടെ കവാടം. ഇത് കോട്ടയുടെ എൻട്രൻസിലേക്ക് കടന്ന ഉടനെയുള്ള ഒരു ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നാണ് കോട്ടയിൽ നിന്ന് പുറത്തേക്ക് വീക്ഷിച്ചിരുന്നതും ശത്രുക്കളെ തിരിച്ചറിയാൻ സഹായിച്ചതും. കോട്ടയിൽ നിന്ന് നോക്കിയാൽ ലോറാഹിന്റെ അതിമനോഹരമായ ദൃശ്യം. 11-ാം നൂറ്റാണ്ടിൽ ഈ കോട്ട ലോർഡ്സ് ഓഫ് റോട്ടൻ അഥവാ റോട്ടനിലെ പ്രഭുകുടുംബം നിർമ്മിച്ചതാണ്. നിരവധി ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ തരണം ചെയ്ത ഈ കോട്ടയെ 1678 ഫ്രഞ്ച് സൈന്യമാണ് ഏതാണ്ട് പൂർണ്ണമായും നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിൽ തകർത്തത്. കോട്ടയിലേക്ക് നടക്കുമ്പോൾ അന്നത്തെ കാലത്തെ ജനജീവിതം എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചു പോയി ഒരു നിമിഷം. ഇവിടെ താമസിച്ചിരുന്നത് പ്രഭുക്കന്മാരും സൈനികരും അടങ്ങുന്ന ഒരു വലിയ കുടുംബം തന്നെയായിരുന്നു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ കൃഷിയുടെ ആദായവും
നികുതിയിൽ നിന്നുള്ള വരുമാനവുമായിരുന്നു ഈ കോട്ടയെ പിടിച്ചു നിർത്തിയിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോട്ട ഒരു അവശിഷ്ടമാണ്. 1678 നടന്ന യുദ്ധത്തിന് ശേഷം ഈ കോട്ട പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇക്കാലത്ത് കഥകളിൽ കേട്ടിട്ടുള്ള കോട്ടമതിലിനെ സംരക്ഷിക്കുന്ന കിടങ്ങുകൾ ഈ റോട്ട്ലൻ കാസിലിനും ഉണ്ട്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ്. പല നിറങ്ങളിലുള്ള ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ് ഈ കോട്ടയുടെ നിർമ്മിതി. ഇവയെ പിടിച്ചു നിർത്തുന്നത് മണലും ചുണ്ണാമ്പും ചേർന്ന ഒരു കൂട്ടുകൊണ്ടാണ്. കോട്ടയ്ക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു ചെറിയ കവാടത്തോടു കൂടി ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അതിലേക്ക് കടന്നപ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന വണ്ടികളുടെ ചക്രങ്ങൾ, അതായത് കുതിര വണ്ടികളുടെ ചക്രങ്ങളും മറ്റു പലതും കാണാമായിരുന്നു. ഇന്നും ഈ കോട്ട ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ്. അത്ഭുതവും ആശ്ചര്യവും കലർന്നൊരു വികാരം. തിങ്കളാഴ്ച ആയതിനാൽ കോട്ടയിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ കോട്ടയുടെ ഏറ്റവും മുകളിലോട്ട് പോയി നോക്കാം. ചെറിയൊരു കവാടമുണ്ട്, ഇതുവഴി നമുക്ക് മേളിലോട്ട് പോയി നോക്കാം. അടിപൊളി സെറ്റപ്പാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ എന്നും ഈ കോട്ടയെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഇതാണ് ഈ കോട്ടയുടെ ടോപ്പ് ലെവലുള്ള ഒരു ഗോപുരം എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. നമുക്ക് ഈ പ്രദേശം, ഈ നഗരം
മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ട് ഗോപുരങ്ങളാണ് ഈ കോട്ടയ്ക്കുള്ളിലുള്ളത്. ഒന്നിൻ്റെ പേര് ഗ്രീൻ ടവർ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടത്തെ കാലത്ത് കുതിരകളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ഇരുന്ന ഒരു കോട്ടയ്ക്കുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ ഒരുപാട് മുറികളും ഹാളുകളും സ്റ്റോറേജ് ഏരിയകളും അങ്ങനെ പലതും നമുക്ക് കാണാവുന്നതാണ്. ഒരൊറ്റത്തവണ കണ്ടാൽ മതി, ഈ കോട്ട നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും.